ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. അപ്പം നമ്മൾ ഇന്ന് ബ്രേസ്ലെറ്റ്സ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ 3 ഡിസൈൻസാണ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. 3 തരത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഗിയർ വയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗിയർ വയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം നമ്മൾ ഗിയർ വയർ എടുക്കുക. ഗിയർ വയർ എടുത്ത് നമ്മുടെ കൈയുടെ ആ ഒരു നീളത്തിനനുസരിച്ചുള്ള ഗിയർ വയർ എടുക്കുക. ഗിയർ വയർ എടുത്തതിന് ശേഷം കൈവണ്ണത്തിനനുസരിച്ച് നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഗിയർ ലോക്ക് വെച്ച് നമ്മൾ സാധാരണ മാല എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ജസ്റ്റ് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ബീഡ്സ്, നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഗിയർ ലോക്ക് വെച്ച് കൊളുത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിയർ വയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കിത് വെച്ച് ഇഷ്ടമുള്ള ബീഡ്സ് നമുക്ക് ആഡ് ചെയ്ത് ഇഷ്ടം പോലെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണിത്. അപ്പം നമുക്ക് ബ്ലാക്ക് ബീഡ്സ് വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു പാറ്റേൺ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇലാസ്റ്റിക് വയർ വെച്ചിട്ടുള്ള ഒരു പാറ്റേണാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇലാസ്റ്റിക് വയർ, നമുക്കിത് റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയുള്ള ഇലാസ്റ്റിക് വയറും കിട്ടും, തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് വയറും കിട്ടും. അപ്പം നമ്മളിതുപോലെ ഇലാസ്റ്റിക് വയർ കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതുപോലെ കുറച്ച് ബീഡ്സ്, ഞാനിവിടെ മൾട്ടിപ്പിൾ കളറായിട്ടുള്ളൊരു പാറ്റേണാണ് എടുത്തിരിക്കുന്നത്, ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ബീഡ്സ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ബ്രേസ്ലെറ്റ്സ് ഇപ്പം ആണുങ്ങൾക്കും ജെൻസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്രേസ്ലെറ്റ്സ് എനിക്ക് പോകുന്നത്, എനിക്ക് വിൽപ്പനയ്ക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇലാസ്റ്റിക് വയറിൻ്റെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊന്നുമില്ല. വയറുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇഷ്ടം പോലെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വലിയ വില കൂടിയ ബീഡ്സ് വെച്ചും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ചെയിൻ ഇട്ടിട്ടുള്ളൊരു ഡിസൈനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ചെയിൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ചെയിൻ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനത് രണ്ടായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തു. എന്നിട്ട് ഐപ്പിൻ വെച്ചിട്ട് ഇതുപോലെ ബീഡ്സ് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അത് കണക്ട് ചെയ്തിട്ട് നമുക്കത് കൈ ചെയിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത്രയും ഡിസൈൻസ് മാത്രമുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ പതുക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ 3 ഡിസൈൻസും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.